ആദ്യമായിട്ടാണ് ഏജൽ ഹോംസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മുടെ ഒരു വ്ളോഗിൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ചൂണ്ടിയിൽ 4.25 ഏക്കറിൽ ഭയങ്കര മനോഹരമായിട്ടൊരു വില്ല പ്രൊജക്റ്റാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 8 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ളൊരു ബ്രാൻഡാണ് ഏജൽ ഹോംസ്. അപ്പം നമ്മൾ ഇന്ന് സെറീൻ വാലി എന്ന് പറഞ്ഞ ഈ ഒരു വില്ല പ്രോജക്റ്റിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഈ ഒരു വ്ളോഗിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രാൻഡ് എന്താണ്, ആരാണ് ഇതിൻ്റെ പുറകിലുള്ള ആൾക്കാർ, നിങ്ങളുടെ മുൻപത്തെ പ്രോജക്റ്റ്, ഇതൊക്കെ അറിയാനായിട്ട് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അത് നമുക്കൊന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. താങ്ക് യു നിമ്മി. ഞങ്ങളുടെ ഈ ഒരു പ്രോജക്റ്റ് ഷോക്കേസ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയതിന് സന്തോഷം. കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻറ്റീരിയർ ഡെക്കറേഷൻ മേഖലയിൽ വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള 3 പേരുടെ കോമ്പിനേഷൻ ആണ് ഏജൽ ഹോംസ്. ഞാൻ ആൽഫി ജോൺ. 30-ൽ പരം വർഷമായി ഇൻറ്റീരിയർ ഡെക്കറേഷൻ, സ്പേസ് പ്ലാനിംഗ്, അനുബന്ധ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള എക്സ്പീരിയൻസ്. പാർട്ട്ണർമാരായ ജസ്റ്റി ഡൊമിനിക്, ലോയ് ഡൊമിനിക്. അവർ ഫാമിലി ബിസിനസ്സായ ടിമ്പർ ഇൻഡസ്ട്രി, പെയിൻറ്റ് ബിസിനസ്. 20-ൽ പരം വർഷമായി ആലുവയിലും പരിസരത്തുമായി നിരവധി ഹൈറൈസ് അപ്പാർട്ട്മെൻറ്റ് പ്രോജക്ട്സ് ചെയ്തുള്ള എക്സ്പീരിയൻസ്. ഈ കോമ്പിനേഷൻ ഇതാണ് ഏജൽ ഹോംസ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ 3 പേരുടെയും പേരിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ വെച്ചിട്ടാണ് ഏജൽ ഹോംസ് എന്ന് പറഞ്ഞ് ചെയ്തിരിക്കുന്നത്, അല്ലേ? അത് ശരിക്കും ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആണ് ആ ഒരു പേര് തന്നെ. അന്ന് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോഴും ഇങ്ങനെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ 3 പാർട്ട്നേഴ്സിൻ്റെ ആദ്യത്തെ പേര്. അത് നല്ല രസമായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടത് വരും ചെയ്തു, ഏജൽ ഹോംസ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ നിമി, ഞങ്ങൾ 8-ൽ പരം വർഷങ്ങളായി വില്ല കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. 2021-ൽ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്ത ഏജൽ സെറീൻ വുഡ്സ് പ്രോജക്റ്റ് 100% കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നൽകാനായി എന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. അത് ഭയങ്കര അടിപൊളി പ്രോജക്റ്റാണ്, അതൊന്നും പറയാനില്ല. കാരണം അത്ര ഭംഗിയായിട്ടാണ് ആ പ്രോജക്റ്റ് നിങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ ഒരു അമ്യൂണിറ്റീസ് കൊടുത്തിരിക്കുന്നതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടാണ്. ആ പ്രോജക്റ്റ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾ ആക്ച്വലി ആസ് എ ബിൽഡർ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ ഒരു ലാൻഡ്മാർക്ക് പ്രോജക്റ്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏജൽ സെറീൻ വുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രോജക്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയാലാണ് ഈ പ്രോജക്റ്റ് എങ്ങനെ നിങ്ങൾ ഫിനിഷ് ചെയ്യുന്നുള്ളത് നമ്മുടെ ഒരു കസ്റ്റമേഴ്സിന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോജക്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം ഒന്ന് അൽഫി സാർ ഒന്ന് പറയാമോ? നിമി, ഞങ്ങളുടെ പ്രീവിയസ് പ്രോജക്റ്റ് ആലുവ അസീസ് ജംഗ്ഷനിൽ ഹൈവേയിൽ നിന്ന് ഏതാണ്ട് ഒരു 100 മീറ്റർ ദൂരത്തിൽ 3.25 ഏക്കർ സ്ഥലം, 46 വില്ലാസ്, പ്രീമിയം അമ്യൂണിറ്റീസ്, 8,000 സ്ക്വയർ ഫീറ്റ് ക്ലബ് ഹൗസ്, സ്വിമ്മിംഗ് പൂൾ, പാർട്ടി ഏരിയ, എല്ലാ ഫെസിലിറ്റീസും നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫെസിലിറ്റീസും ഏജൽ സെറീൻ വുഡ്സ് എന്നാണ് ആ ഒരു വില്ല പ്രോജക്റ്റിന്റെ പേര്, അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് തൊട്ട് എത്ര സ്ക്വയർ ഫീറ്റ് വരെയുള്ള വില്ലകൾ ഉണ്ടായിരുന്നു സാറേ? 2,000 സ്ക്വയർ ഫീറ്റ് മുതൽ 5,350 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വില്ലകളായിരുന്നു കൊടുത്തത്, അല്ലേ? എനിക്കാണ് ആലുവ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ആലുവയിൽ പല വില്ല പ്രോജക്ട്സ് എടുത്താൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു വില്ല പ്രോജക്റ്റ് ആണ് സെറീൻ വുഡ്സ് എന്ന് പറഞ്ഞ വില്ല പ്രോജക്റ്റ്, അല്ലേ? കാരണം 8,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒക്കെ ഒരു ക്ലബ് ഹൗസും പിന്നെ അതിൽ കൊടുത്തിരിക്കുന്ന അമ്യൂണിറ്റീസും പിന്നെ എനിക്ക് തോന്നുന്നു അതിലൊരു പോണ്ട് കാര്യങ്ങളൊക്കെ ആ ഒരു പ്രോജക്റ്റിൽ വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഭയങ്കര മനോഹരമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രോജക്റ്റ് നിങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് ശരിക്കും എടുത്ത് പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി വില്ല പ്രോജക്ട്സ് തീർത്തിരിക്കുന്ന പല ബിൽഡേഴ്സിൻ്റെ പ്രോജക്ട്സും ആലുവയിലുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര മനോഹരമായിട്ടാണ് നിങ്ങളുടെ പ്രോജക്റ്റ് ആക്ച്വലി നിങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതെ, പ്രീമിയം അമ്യൂണിറ്റീസ് പലതും, കൂടാതെ ഇൻഡോർ ഷട്ടിൽ കോർട്ട് വിത്ത് വുഡൻ ഫ്ലോറിംഗ്, ഹാഫ് ബാസ്കറ്റ്ബോൾ കോർട്ട്, ക്രിക്കറ്റ് നെറ്റ് പ്രാക്ടീസ് വിത്ത് ബൗളിംഗ് മെഷീൻ, ലേഡീസ് ജെൻസ് സെപ്പറേറ്റ് ഹെൽത്ത് ക്ലബ്ബ്, അങ്ങനെ നിരവധി അമ്യൂണിറ്റീസ്. കൂടാതെ ആ പ്രോജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഡിസൈൻ, ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ കൊണ്ട് മാത്രം 100% സോൾഡ് ഔട്ട് ആയ ഒരു പ്രോജക്റ്റായിരുന്നു. പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സോൾഡ് ഔട്ട് ആയ ഒരു പ്രോജക്റ്റായിരുന്നു ഏജൽ സെറീൻ വുഡ്സ്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏജൽ ഹോംസിൻ്റെ സെറീൻ വാലി എന്ന് പറഞ്ഞ വില്ല പ്രോജക്റ്റിൻ്റെ വിശേഷങ്ങളാണ് അറിയേണ്ടത്. അപ്പോൾ ഇതും ആക്ച്വലി 4.25 ഏക്കറിൽ വലിയൊരു പ്രോജക്റ്റ് തന്നെയാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്, കുറേ കൂടെ ബിഗർ അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിൻ്റെ ഒരു ലൊക്കേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതൊന്ന് ലൂയിസ് സാർ ഒന്ന് പറയാമോ? അപ്പോൾ നിമ്മി, ഏജൽ ഹോംസിനെ കുറിച്ചും അതിലെ പാർട്ട്നേഴ്സിനെ കുറിച്ചും ആൽഫി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി പുതിയ പ്രൊജക്റ്റിനെ കുറിച്ചാണ് നിമ്മി ചോദിച്ചത്, അതിൻ്റെ ലൊക്കേഷനും. ഈ പ്രൊജക്റ്റ് വരുന്നത് ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഈ പ്രൊജക്റ്റിലേക്കുള്ളൂ. അറൗണ്ട് ഒരു 350 മീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ആ റോഡും ഈ സ്റ്റേറ്റ് ഹൈവേയുടെ തന്നെ വിട്ടുള്ള റോഡാണ്. എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ചൂണ്ടി എന്നൊക്കെ പറയുന്നത് ആലുവയിലത്തെ ഏറ്റവും പ്രീമിയം നല്ല ഹൈറ്റ് ഉള്ള നല്ല ലൊക്കേഷനാണ്.
അല്ലേ? അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു മെട്രോ സ്റ്റേഷനൊക്കെ ആക്സസ് ചെയ്യണമെങ്കിൽ എത്ര ദൂരം വരുന്നുണ്ട് സാറേ? മെട്രോ സ്റ്റേഷൻ അറൗണ്ട് ഒരു 4.5 കിലോമീറ്റേഴ്സ് വരുന്നുള്ളൂ. ഒരു 15 മിനിറ്റിൽ നമുക്ക് മെട്രോ ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ട്രാഫിക് അനുസരിച്ച് 10 മിനിറ്റ്സ് മതിയാവും. ട്രാഫിക് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം 15 മിനിറ്റ്സ് വരും. അതുപോലെ നമ്മളിപ്പോൾ രാജഗിരി ഹോസ്പിറ്റലാണെങ്കിൽ എന്തോ ഒരു ദൂരം? രാജഗിരി എല്ലാം ഒരു 3 കിലോമീറ്റേഴ്സ് ഉള്ളൂ. അപ്പോൾ ശരിക്കും നമുക്കിപ്പോൾ മേജർ ലാൻഡ് മാർക്സ് ആയിട്ടൊക്കെ പറയാനാണെങ്കിൽ മെട്രോ, രാജഗിരി ഇതെല്ലാം നമുക്ക് വളരെ അടുത്ത് വരുന്ന ഒരു പ്രീമിയം ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഒരു വില്ല പ്രോജക്റ്റ് ഇരിക്കുന്നത്. ഒരു 5 കിലോമീറ്റർ സർക്കിളിൽ ഈ പറഞ്ഞതെല്ലാം വരുന്നുണ്ട്. മെട്രോ സ്റ്റേഷൻ വരുന്നുണ്ട്, അതുപോലെ രാജഗിരി ഹോസ്പിറ്റല്, മറ്റ് പ്രധാന സ്കൂൾസായ രാജഗിരി ജീവാസ്, അതുപോലെ സെൻറ്റ് സേവിയേഴ്സ് കോളേജ്, അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാം ഈ ഒരു 5 കിലോമീറ്റർ സർക്കിളിൽ ഈ പറഞ്ഞത് എല്ലാം വരുന്നുണ്ടെന്നുള്ളതാണ്. ഒരു 10 to 15 മിനിറ്റ്സ് ഡ്രൈവിൽ നമുക്ക് എല്ലാം ആക്സസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ അല്ലേ എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ നിമ്മി ഈ പ്രൊജക്ടിന്റെ 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കൂടെയാണ് പുതിയ സീപോർട്ട് എയർപോർട്ട് റോഡ് വരുന്നത്. ആ റോഡ് വന്നു കഴിഞ്ഞാൽ സയൻസ് പാർക്കിലേക്കും അതുപോലെ തന്നെ എയർപോർട്ടിലേക്കുള്ള ദൂരം വളരെ കുറച്ചുണ്ടാവും. അതെനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു വില്ല എടുക്കുന്നവർക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജും ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഉണ്ടല്ലോ ലൂയി സാറേ, ഇപ്പം നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ആലുവയിലെ ഏറ്റവും പ്രീമിയം ലൊക്കേഷനിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് എത്ര ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് ഇരിക്കണേ, എത്ര സ്ക്വയർ ഫീറ്റ് തൊട്ടുള്ള വില്ലകളാണ് വരുന്നത്, അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതെ, ഇനി ഈ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ഈ പ്രൊജക്ടിന്റെ ടോട്ടൽ ലാൻഡ് ഏരിയ 4.75 ഏക്കേഴ്സ് ആണ്. അതിൽ 53 വില്ലാസ്. ഓരോ ഇൻഡിവിജ്വൽ വില്ലയുടെ ലാൻഡ് ഏരിയ പറയുകയാണെങ്കിൽ 5 സെന്റ് തൊട്ട് 9 സെന്റ് വരെ വരുന്ന പ്ലോട്ടുകളുണ്ട്. അതിൽ 2700 തൊട്ട് 5750 വരെയുള്ള വില്ലകളാണ് വരുന്നത്. നമ്മുടെ ഏറ്റവും ചെറിയ വില്ല ശരിക്കും 2700 ആണ്. അപ്പൊ നമുക്ക് എത്ര BHK വില്ലാസ വരുന്നത്? ഈ BHK തൊട്ട് 6 BHK വരെയുള്ള വില്ലാസ് ഉണ്ട്. അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ 3000 എബോവ് വരുന്ന വില്ലകൾക്ക് ഹോം ലിഫ്റ്റിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോം തിയേറ്ററിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു മാൻഡേറ്ററി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ചോദിക്കുന്നതാണ്. കാരണം നമ്മളിപ്പോൾ ഈ ആലുവ, അങ്കമാലി, നെടുമ്പാശ്ശേരി ഈ ഒരു ഏരിയയിൽ ഏത് പ്രോജക്റ്റ് ഇടുമ്പോഴും നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഇടാറുള്ളൂ. നോർമലി ഒറിജിനൽ ലാൻഡിലുള്ള പ്രോജക്ട്സേ നമ്മൾ എടുക്കാറുള്ളൂ, അല്ലെങ്കിൽ ഫ്ലഡ് എഫക്റ്റഡ് ആയ ഓപ്ഷൻസ് നമ്മൾ ചെയ്യാറില്ല. പക്ഷേ എന്നാലും ഒരു സംശയം എപ്പോഴും ആൾക്കാർ ചോദിക്കും, നമുക്കിത് ഫ്ലഡ് എഫക്റ്റഡ് ആണോ, ഈ പ്രോജക്റ്റ് ഒറിജിനൽ ലാൻഡിലാണോ? അപ്പോൾ അതൊന്ന് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതെ, 2018 ഫ്ലഡ് ഈ പ്രൊജക്ടിൻ്റെ ഏരിയ ഒന്നും എഫക്റ്റ് ചെയ്തില്ല. ഈ പ്രൊജക്ടിൻ്റെ ഏരിയയിലുള്ള ആർക്കും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആലുവയിലെ ഏറ്റവും ഉയർന്നൊരു പ്രദേശത്താണ് ഈ പ്രൊജക്റ്റ് വരുന്നത്. അതാണ് മെയിൻ കാരണം. അതുപോലെ നമ്മുടെ ലാൻഡ് ആണെങ്കിലും ഫുള്ള് ഒറിജിനൽ ലാൻഡ്. ഇത് ഒരു പക്ക പുരയിടമാണ്. നമ്മുടെ ഈ ലാൻഡ് ഒറിജിനൽ പുരയിടം ലാൻഡാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ റെറ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് റെറ അപ്രൂവ്ഡ് പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ ടൗൺ പ്ലാനിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റ് പെർമിറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. കൂടാതെ എല്ലാ വില്ലകളുടെയും പഞ്ചായത്തിൽ നിന്നുള്ള പെർമിറ്റും ഇൻക്ലൂഡിങ് ക്ലബ് ഹൗസിൻ്റെ പെർമിറ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ലീഡിംഗ് ബാങ്ക്സും നമ്മുടെ പ്രോജക്റ്റ് അപ്രൂവ്. ഓൾമോസ്റ്റ് ഇന്ത്യയിലെ എല്ലാ ലീഡിംഗ് ബാങ്ക്സും അപ്രൂവ്ഡ് ആണ്. ആൽഫി സാറേ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ആ സെറീൻ വുഡ്സിൽ കൊണ്ടുവന്ന ഒരുപാട് എലമെന്റ്സ് നമ്മുടെ ഈ ഒരു സെറീൻ വാലി എന്ന് പറഞ്ഞ പ്രോജക്റ്റിലും കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഡിസൈൻ പാർട്ട് അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഡിസൈനിങ്, എക്സിക്യൂഷൻ, മെറ്റീരിയൽ സെലക്ഷൻ ഇവയിൽ 100% പെർഫെക്ഷൻ നിർബന്ധമുള്ള ആർക്കിടെക്ട് PC മാത്യു, ഡിസൈൻ കമ്പൈൻ കാക്കനാട്, അദ്ദേഹമാണ് ഞങ്ങളുടെ ആർക്കിടെക്ട്. ഇനി ഒരു ക്ലയൻറ്റ് സൈറ്റ് വിസിറ്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന അതിമനോഹരമായ ഒരു മോക്കപ്പ് വില്ല ഇവിടെ റെഡിയാണ്. ശരിക്കും പറഞ്ഞ് ഈ ഒരു മോക്ക് വില്ലയിലേക്ക് വന്നപ്പം എനിക്ക് തോന്നുന്നു അത്രയും പ്രീമിയം ആയിട്ടാണ് ആ ഒരു മോക്ക് വില്ല ഫിനിഷ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ. അപ്പോൾ ഇത് എത്ര സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു മോക്ക് വില്ലയാണ് സാർ ഇപ്പം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്? ഈ മോക്കപ്പ് വില്ല 5 സെൻറ്റ് സ്ഥലം, 2928 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം ആണ് ഇവിടെ മോക്കപ്പ് വില്ല റെഡി ആയിരിക്കുന്നത്. എനിക്കിതിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കളർ സ്കീമൊക്കെ ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഇന്റീരിയർ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എക്സലന്റ് ആയിട്ടാണ് അത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു മോക്ക് വില്ലയും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു പ്രോപ്പർട്ടി നോക്കുന്ന ഒരാൾക്ക് എല്ലാ തരത്തിലും സാറ്റിസ്ഫൈ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു മോക്ക് വില്ല ആക്ച്വലി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ലൂയി സാറേ, നമുക്ക് ഈ ഒരു പ്രോജക്റ്റിൻ്റെ പ്രൈസിങ്, ഇപ്പം നമ്മളൊരു പ്രൊജക്റ്റ് എടുക്കാൻ പോകുമ്പം ആദ്യം നോക്കുന്നത് ലൊക്കേഷനാണ്. അപ്പോൾ അത് ഏറ്റവും നല്ല ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഒരു വില്ല പ്രോജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി അറിയേണ്ടതെന്ന് പറയുന്നത് എന്തായാലും പ്രൈസ് പാർട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇനി പ്രൈസിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
ഇതുപോലെ ഒരു പ്രൈം ലൊക്കേഷനിൽ ഇത്രയും ലാൻഡ് വാല്യൂ ഉള്ള ഒരു ക്വാളിറ്റി വില്ലയ്ക്ക് ഞങ്ങൾ നൽകുന്ന ഒരു പ്രൈസിങ്ങിൽ കേരളത്തിൽ ആരും നൽകുന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഞങ്ങൾ ഈ പ്രൊജക്റ്റ് തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഏകദേശം ഒരു 60% സെയിലായി. ഇതിൽ വരുന്ന ക്ലയൻസ് ആരും ബ്ലൈൻഡായിട്ട് വന്നെടുത്തേക്കുന്നതൊന്നുമല്ല. എന്തായാലും എല്ലായിടത്തും അന്വേഷിക്കും. അതെ, എല്ലാവരും അന്വേഷിച്ചിട്ടാണ് വന്നെടുത്തിരിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്നുള്ള ഫീഡ്ബാക്കിൽ നിന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് പ്രൈസ് നമ്മൾ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലാണ് പോകുന്നത്. ഇത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഇത്രയും പ്രൈം ലൊക്കേഷൻ ഇതുള്ള ഒരു പ്രൊജക്റ്റ് ഈ ഒരു പ്രൈസിങ്ങിൽ ആരും നൽകുന്നില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ. എന്ത് റേഞ്ച് തൊട്ട് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഒരു 1.6 CR തൊട്ട് 3.2 CR വരെയാണ് നമ്മളിപ്പോൾ കൊടുത്തത്. അപ്പോൾ സാറേ, ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയേണ്ടത് ഈ ഒരു പ്രൊജക്റ്റ്, അതായത് 4.25 ഏക്കറിൽ 53 വില്ലകൾ വരുന്ന ഇത്രയും വലിയൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന അമ്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മേജർ സ്പെക്കുകൾ എന്തൊക്കെയാണ്, അതാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അമ്യൂണിറ്റീസ് എന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യാമോ? അമ്യൂണിറ്റീസ് പറയുകയാണെങ്കിൽ 25-ലധികം 25+ അമ്യൂണിറ്റീസ് ആണ് ഞങ്ങളിവിടെ ഈ പ്രോജക്റ്റിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ക്ലബ് ഹൗസിൽ നിന്ന് തന്നെ തുടങ്ങാം. 14,000 സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ് ഞങ്ങളുടെ ക്ലബ് ഹൗസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത്രയും വലിയ ക്ലബ് ഹൗസ് ആണ്. വളരെ ബിഗ് സൈസ് തന്നെയാണ്. അതിമനോഹരമായ ഒരു ഗെയിംസ് കോംപ്ലക്സ് എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം. സ്വിമ്മിംഗ് പൂൾ, പൂൾ സൈഡ് പാർട്ടി ഏരിയ, കിഡ്സ് പൂൾ, ലേഡീസ് ജെൻസ് സെപ്പറേറ്റ് ഹെൽത്ത് ക്ലബ്, ഇൻഡോർ ഷട്ടിൽ കോർട്ട് വിത്ത് വുഡൻ ഫ്ലോറിംഗ്, യോഗ ഡെക്സ്, ഈവനിങ് ഗെറ്റ് ടുഗദറിനുള്ള ഓപ്പൺ ബാൽക്കണി, കൂടാതെ ഹാഫ് ബാസ്കറ്റ്ബോൾ കോർട്ട്, ക്രിക്കറ്റ് നെറ്റ് പ്രാക്ടീസ് വിത്ത് ബൗളിംഗ് മെഷീൻ, എൽഡേഴ്സ് പാർക്ക്, കാർ പാർക്കിംഗ്, ഗസ്റ്റ് കാർ പാർക്കിംഗ് ഫെസിലിറ്റീസ്, അങ്ങനെ നിരവധി. ഇതിപ്പോൾ ശരിക്കും നമുക്ക് 3 നിലയിലായിട്ടാണ് ഈ ഒരു ക്ലബ് ഹൗസ് വരുന്നത് അല്ലേ സാറേ? അത് 3 നിലകളിൽ ലിഫ്റ്റ് സൗകര്യത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. ക്ലബ് ഹൗസ് വന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഡൗട്ട് വരും, എന്താണ് നമുക്ക് ഇതിൻ്റെ ഒരു മേജർ വാട്ടർ സോഴ്സ് എന്നുള്ളത്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഒരു മേജർ വാട്ടർ സോഴ്സ്? നമുക്കിവിടെ 3 വാട്ടർ സോഴ്സസ് ആണ് ഉള്ളത്. വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എല്ലാ വില്ലകളിലും ഡ്രിങ്കിങ് വാട്ടറായി എത്തിക്കുന്നു. ഈ പ്രോജക്റ്റിൽ തന്നെയുള്ള ഒരു കിണർ, ഒരു പോണ്ട്, ഇവയിൽ നിന്നുള്ള വെള്ളം ഒരു ഫിൽട്രേഷൻ സിസ്റ്റം വഴി എല്ലാ വില്ലകളിലും നോൺ ഡ്രിങ്കിങ് വാട്ടറായി എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് മേജർ വാട്ടർ സോഴ്സ് അല്ലേ? നമ്മളിപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു മോക്ക് വില്ല ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എന്നാലും എന്തൊക്കെയായിരിക്കും നമ്മുടെ ഒരു മേജർ സ്പെക്കിൽ വരുന്ന കാര്യങ്ങൾ? സ്പെക്കിൽ വരുന്ന കാര്യങ്ങൾ നമ്മുടെ ഓരോ പ്ലോട്ടും അതാത് പ്ലോട്ടിൻ്റെ ഘടനയനുസരിച്ച് സ്ട്രക്ചറൽ എഞ്ചിനീയർ തയ്യാറാക്കിയിരിക്കുന്ന ഡിസൈനാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത് പൂർണ്ണമായും റെഡ് ബ്രിക്സ്, ഇഷ്ടിക വെച്ച് തന്നെയാണ് പണിതിരിക്കുന്നത്. ടോപ്പ് ബ്രാൻഡഡ് പ്രോഡക്ട്സ് ലൈക്ക് സാനിറ്ററി ഐറ്റംസ്, ഫിറ്റിംഗ്സ്, കോഹ്ലർ ബ്രാൻഡ്, ഹാർഡ്വെയർ ഐറ്റംസ് ആൻഡ് ഫിറ്റിംഗ്സ്, ലോക്സ്, ഹെറ്റിക് ബ്രാൻഡ്. ഫ്രണ്ട് ഡോർ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ല തേക്ക്, ഡിപ്പോ തേക്ക് വെച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഫ്രണ്ട് ഡോറിന് ബയോമെട്രിക് ലോക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു എല്ലാ വീടിനും നമ്മൾ 2 കാർ പാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. ഓ യെസ്, എല്ലാ വില്ലകൾക്കും 2 കാർ പാർക്കിംഗ് സൗകര്യം ചെയ്തിട്ടുണ്ട്. പുറമെ 3 മീറ്ററോളം വരുന്ന ടഫ് ആൻഡ് ഗ്ലാസ് എക്സ്റ്റൻഷനും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ചോദിക്കാൻ വിട്ടുപോയ കാര്യം സാറേ, നമ്മുടെ ഇപ്പോൾ ഇന്റേണൽ റോഡുകളുണ്ടല്ലോ, അത് എത്ര മീറ്റർ വൈഡായിട്ടാണ് വരുന്നത്? നമ്മുടെ എൻട്രൻസ് 8 മീറ്റർ തുടങ്ങി ഇന്റേണൽ റോഡ്സ് 5 മീറ്ററിൽ മിനിമം വരുന്ന വിധത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ഏരിയ റോഡിന് തന്നെ പോകുന്നുണ്ട് ഈ പ്രോജക്റ്റിൽ അല്ലേ? കാരണം 4.25 ഏക്കറിൽ 53 ഇല്ല എന്ന് പറയുമ്പോൾ നല്ലൊരു ഏരിയ നമുക്ക് ഓപ്പൺ സ്പേസും കോമൺ ഏരിയ ആയിട്ടൊക്കെ നമ്മൾ വിട്ടിട്ടുണ്ട് ഈ പ്രോജക്റ്റിൽ. എല്ലാം വളരെ വിശാലമായിട്ടുള്ള സൗകര്യങ്ങളാണ് അതിനെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ നിമ്മി ആൽഫി പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയാം, നമ്മൾ കോമൺ ലൈറ്റിംഗ് എല്ലാം സോളാറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ വില്ലേക്കാണെങ്കിൽ സോളാർ ചെയ്യാനുള്ള പ്രൊവിഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ വില്ലേക്കും നമ്മൾ കാർ പാർക്കിങ്ങിനോട് ചേർന്ന് EV പോയിന്റും പ്രൊവൈഡ് ചെയ്യും. ഇത്രയും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സോളാറൊക്കെ നമ്മൾ കോമൺ ലൈറ്റിങ്ങിനൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു മന്ത്ലി മെയിൻ്റനൻസ് ഫീ ഒക്കെ വളരെ കുറവായിരിക്കും അല്ലേ? അത് ശരിക്കും നല്ലൊരു പോയിന്റാണ്. അപ്പോൾ 2 പേർക്കും
ഒരുപാട് നന്ദി. കാരണം നല്ലൊരു പ്രൊജക്റ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾ മുമ്പത്തെ പ്രൊജക്റ്റൊക്കെ തീർത്ത പോലെ വളരെ ക്വാളിറ്റിയിലും നല്ല രീതിയിലും ഇത് തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഒരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിഡ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഫിനിഷിങ് ടൈമിലൊക്കെ ആ വ്ളോഗ്സ് ചെയ്യാറുണ്ട്. കാരണം എന്നാലാണ് നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ ഒരു വ്യൂവേഴ്സിന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രൊജക്റ്റും തീരുമ്പോൾ നമുക്കൊരു നല്ല വ്ളോഗ് ചെയ്യാം, ഇതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു വ്ളോഗൊക്കെ ചെയ്യാം. അപ്പോൾ സെയിലൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 60% സെയിലായിട്ടുണ്ട്. അപ്പോൾ ഇനിയും വേഗം തന്നെ ഈ ഒരു സീസണിലൊക്കെ മാക്സിമം സെയിലൊക്കെ നടന്ന് പ്രൊജക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിമി നമ്മുടെ വ്ളോഗ് ചെയ്യാൻ വന്നതിലും അതുപോലെ തന്നെ നിമിയുടെ വ്ളോഗ്സ് എല്ലാം നമ്മൾ കാണാറുണ്ട്. നിമി ഒരു ജെന്യുവനായിട്ടുള്ള ബിൽഡേഴ്സിൻ്റെ മാത്രമാണ് ചൂസ് ചെയ്ത് ചെയ്യണമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിന് നമ്മുടെ വ്ളോഗ് ചെയ്യാൻ വന്നതിൽ വളരെയധികം നന്ദി. ഇനി നമ്മുടെ പ്രൊജക്റ്റ് തീരുന്നതോടുകൂടി ഒരു വ്ളോഗ് കൂടി ചെയ്യാൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ടും വരും. താങ്ക് യു. താങ്ക് യു.